ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സബന്യാസ് വ്ലോഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലഡു ആണ്. മുൻപൊക്കെ കടകളിലുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ മലരുണ്ട. ഇപ്പോൾ അത് കാണാനില്ല. പക്ഷെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വെറും 2 ചേരുവ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ള മലരുണ്ടയാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് 1 കപ്പ് മലരാണ്. ഇത് പഫ്ഡ് റൈസാണ്. കടകളിലെല്ലാം കിട്ടുന്ന ഒന്നാണ്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. നമുക്ക് വേണ്ട ലഡു നല്ല ക്രിസ്പി ആയിട്ടാണ്. അതിനായി നമുക്കിത് നന്നായി വറുത്തെടുക്കണം. ഇനി നമുക്കിത് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ഒരു 2 മിനിറ്റ് നേരം നമ്മളിത് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ മലരുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. 2 മിനിറ്റ് വറുത്തെടുക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വരും. അതുവരെ നമ്മളിത് വറുത്തെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. നമ്മുടെ പൊരി ഇപ്പം നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. 2 ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ളത് ശർക്കര മുഴുവനായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചിരണ്ടി ഇട്ടാലും മതി, പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ അലിഞ്ഞിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ നല്ല ചുവന്ന ശർക്കരയാണ്, അതുകൊണ്ട് ലഡുവും നല്ല കളറുണ്ടാവും. ശർക്കരയെല്ലാം തിളച്ചിട്ട് നല്ലതുപോലെ കുറുകി വരണം. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു നൂൽ പരുവത്തിൽ വേണം ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാൻ. ഇത്ര ആയിക്കഴിഞ്ഞാൽ ശർക്കരപ്പാനി അരിച്ചെടുക്കണം. കുറേ കല്ലുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മലരിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തും ശർക്കര മിക്സ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് തന്നെ ഓരോരോ ബോൾസ് ആക്കി എടുക്കണം. ഇപ്പം നല്ല ചൂടാണ്. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടിൽ ഓരോ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക. ഓരോ ബോൾസും തയ്യാറാക്കുന്നതിന് മുന്നേ കയ്യിൽ നെയ്യോ ഓയിലോ പുരട്ടി കൊടുത്തിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. തീരെ ചൂട് നല്ലതുപോലെ പോകാനും പാടില്ല, അല്ലെങ്കിൽ ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം ചൂടുണ്ടെങ്കിൽ മാത്രമേ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലരുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് ലഡു ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്.